Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറി ഡിസൈൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ എന്നുള്ള ഈ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. ഈ ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലേക്കാണ് നമ്മൾ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ പാറ്റേൺ നമ്മൾ ട്രേസ് ചെയ്ത് നമ്മൾ വരച്ചെടുക്കുന്നത്. ഡാർക്ക് പീച്ച് കളറുള്ള ഫാബ്രിക്കാണിത് കേട്ടോ. അപ്പോൾ എൻ്റെ ത്രെഡ്സ് വന്നിട്ട് സിൽക്ക് ത്രെഡ്സ് ആണ്. ഞാൻ ഇവിടെ 3 കളറ് സിൽക്ക് ത്രെഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ത്രെഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ കട്ട് ബീഡ്സ് വേണം, ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ്. അപ്പം ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് താഴത്തെ ലെയറിലാണ് നമ്മുടെ ഈ ഒരു ത്രെഡ് വർക്കൊക്കെ വരുന്നത്. ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ത്രെഡ്സ് വന്നിട്ട് ഞാൻ 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 പ്രാവശ്യം നീഡിലിൽ ചുറ്റിയിട്ട് താഴേക്ക് പതിയെ വലിച്ചു കൊടുത്താൽ മതിയേ. പ്രയാസമുള്ള ഒരു സ്റ്റിച്ചും ഇല്ല ഇതിൽ. ആകെ ഉള്ള സ്റ്റിച്ച് എന്ന് പറയുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ ഒരു 3 കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി 2 ത്രെഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ബാക്കി 2 ത്രെഡ്സിൻ്റെയും സ്റ്റിച്ച് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ഗ്യാപ്പ് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനിൽ ബാക്കി 2 ത്രെഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ 2 കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇടവിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലത്തെ ലെയർ, ഫസ്റ്റ് ലെയറിൽ നമുക്ക് ചെയ്യേണ്ടത് ബീഡ് വർക്കാണ് കേട്ടോ. ആദ്യം തന്നെ ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ ബീഡ്സിന് മാച്ചായിട്ടുള്ള കളർ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിന് മാച്ചായിട്ടുള്ള കളർസ് എടുക്കുക. നമ്മൾ ആദ്യം ബീഡ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴായാലും ആദ്യം ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമേ ത്രെഡ് വെച്ചിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബീഡൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ഭാഗം കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകെ വരുന്ന എല്ലാ ബീഡ്സും നമുക്ക് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് എന്താ പറയുക, റോ കോട്ടൺ ഫാബ്രിക്കിലും അതുപോലെ സ്ലബ് സിൽക്കിലും സാധാരണ നമ്മൾ കോട്ടൺ ഫാബ്രിക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ ഫ്രോക്കിൻ്റെ നെക്ക് പോർഷനിൽ നമുക്ക് ബോർഡർ ഡിസൈൻസ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഭാഗത്തൂടെ നമുക്ക് ഈ ഒരു ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഫസ്റ്റ് ലെയർ കണ്ടോ, ഫുൾ ബീഡ് വന്നിട്ടുണ്ട്. സെക്കൻഡ് ലെയറിൽ നമ്മൾ ഫുള്ള് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട്
വീണ്ടും കാണാം.